40-40 വർഷമായിട്ട് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇവിടെ വന്നിട്ടിപ്പം 4 വർഷമായുള്ളൂ ഉദ്യോഗം കഴിഞ്ഞിട്ട്. ഇവിടുത്തെ അവസ്ഥ മഹാകഷ്ടമാണ്. ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണ്. ഇത്രയും ജനസാന്ദ്രതയുള്ള ഈ നാട്ടിൽ ഒരു നല്ല റോഡില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പരമാർത്ഥം. ഞങ്ങളുടെ കോട്ടയം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, കോട്ടയത്ത് നിന്ന് പള്ളം കഴിഞ്ഞാൽ കുമാരനെല്ലൂർ എത്തണമെങ്കിൽ കുറഞ്ഞ പക്ഷം 1-2 മണിക്കൂറിൻ്റെ ഒരു സമയം ദൈർഘ്യം നമുക്ക് വേണ്ടിയിരുന്നുണ്ട്. ഇത്രയും നാളായിട്ട് മാറി മാറി ഭരിച്ച ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് ശരിയാക്കുവാനോ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കുവാനോ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയും കുടിവെള്ള അവസ്ഥയുമാണ് ഏറ്റവും മഹാകഷ്ടം. എത്ര തന്നെ പറഞ്ഞിട്ടും യാതൊരു പ്രയോജനം ഇവിടെ കിട്ടുന്നില്ലെന്നാണ് എൻ്റെ വാസ്തവം. എന്താണ് ചെയ്യേണ്ടത്? വരുന്ന ഓരോ സമയത്തും ഓരോരോ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളതല്ലാതെ അത് പാലിക്കപ്പെടുവാൻ ഇവിടുത്തെ വരുന്ന മാറി മാറി വരുന്ന ഗവൺമെൻറ് ഒരിക്കലും കഴിയാറില്ലെന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ അറുതി വന്നേ പറ്റുള്ളൂ. ഇവിടെ ഒരു തരത്തിലും കേരളത്തിൽ ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയാണ്. 10 വർഷം ഞാൻ ഗൾഫിൽ ജോലിയെടുത്ത ഒരു പ്രവാസിയാണ്. 2 മുന്നണികളും ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് മതേതരത്വം നടക്കുന്നത്? ഇവിടെ പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ ഹിന്ദുക്കൾ, നമ്മുടെ ക്രിസ്ത്യാനികൾ ഒക്കെ ഗൾഫ് രാജ്യങ്ങൾ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ അവൻ്റെ പേര് വെച്ച് ഒരു പാസ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഒരു പാകിസ്ഥാനിൽപ്പെട്ട ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും പാസ്പോർട്ട് കിട്ടണമെങ്കിൽ അവൻ്റെ പേര് മുസ്ലിം പേരാക്കിയാൽ മാത്രമേ അവന് പാസ്പോർട്ട് കിട്ടുള്ളൂ. ഇതൊരു വ്യക്തമായ സത്യമാണ്. ഇതൊന്നും ഈ ബുദ്ധിമുട്ടല്ല ഇവിടെ ഉണ്ടോ? ഇവിടെ CAA എതിരായിട്ട് നടപ്പിലാക്കുകയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതെന്താണ് CAA? ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പെട്ടുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. CAA എന്ന് പറയുന്നത് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വേണം ഇവിടെ പൗരത്വം കൊടുക്കാനായിട്ട്. അതിനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. അതിനാണ് 4 വോട്ടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ എതിർക്കുന്നത്. നമ്മുടെ ഈ കോട്ടയത്തിന് വികസനം എന്ന് പറഞ്ഞാൽ ഒരു ആകാശപാത ആദ്യം തന്നെ നിർമ്മാണിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്നാണെന്ന് പോലും ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല. തുരുമ്പ് പിടിച്ച് നശിക്കാറായി. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ്റെ ഓരോ പഞ്ചായത്ത് തോറും വർക്കുകൾ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ കോട്ടയത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടൊരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മാറ്റം വരുത്തണം. അതിന് തുഷാർ വെള്ളാപ്പള്ളി സാറിനെ ജയിപ്പിച്ചേ മതിയാവൂ. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.